what a privilege and the grace of God to stand before you. ദൈവകൃപയാൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് വലിയൊരു പദവിയാണ്. And it's really, I'm not worthy to stand, but God given you a chance. I thank God for this wonderful opportunity. ഇങ്ങനെ നിൽക്കുവാനുള്ള യോഗ്യതയില്ല, എന്നാൽ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Last week, Satyaraj uncle sent a message that this week I had to take, and he sent a message that it's a reunion day of TBA. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഒരു റീയൂണിയൻ ഡേ അല്ലെങ്കിൽ ഒരു പുനഃസമാഗമ ദിനമാണ് തിരുമല ബ്രദർ സഭയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ് സത്യരായ സഹോദരന് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഒരു ഇന്നത്തെ സന്ദേശവും നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. And I'm wondering, reunion and regathering and regrouping of people happens, and once it happens, there's so many things will happen on the day. സാധാരണഗതിയിൽ ആളുകൾ പുനഃസമാഗമം നടത്തുമ്പോൾ ഒരുമിച്ച് പുതിയതായിട്ട് കൂടി വരുമ്പോൾ പല കാര്യങ്ങളും നടക്കാറുണ്ട്. We will recall what happened in the past, and then discuss so many things, and then again will thought process goes on and will form what can be done in the coming days. സാധാരണഗതിയിൽ അങ്ങനെ കൂടി വരുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കൂടുമ്പോൾ അതിനിടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചു, എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ ഇനിയും മുന്നോട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാറുണ്ട്. And I hope that today such things will do happen in our lives. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. And today I'm thinking of, if God permits, taking the life of some few lessons from the life of Joshua and Peter, and then we'll try to do something what will do in our own lives. ഇന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ യോശുവയുടെ ജീവിതത്തിൽ നിന്നും അതുപോലെ പത്രോസിന്റെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയും എന്നുള്ള കാര്യം ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. And I'm reading one message sent by one of my friends. You might have read the same messages. ഇതേ സന്ദേശം ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം. And it says about that we are nowadays everybody is complaining because of the last 1 year, what all the things happen in our lives because of this COVID pandemic and catastrophe. So many people died and so many restrictions happen in our lives. So the present generation is complaining for each and everything. നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ വർഷത്തെ മഹാമാരിയോടുള്ള ബന്ധത്തിലും ആ മഹാമാരി കാലത്ത് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളുള്ള ബന്ധത്തിലും ഒക്കെ ഇപ്പോഴത്തെ തലമുറ പലപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. Particularly those people who were born 1985 onwards. 1985 ശേഷമൊക്കെ ജനിച്ച ആളുകളെ കുറിച്ചാണ് ഇത് കൂടുതൽ സത്യമായിരിക്കുന്നത്. And the message says that imagine that you are born in 1900. ആ സന്ദേശം ഞാൻ ഈ ഉദ്ധരിക്കുന്ന ഈ സന്ദേശത്തില് പറയുന്നത് നിങ്ങൾ 1900 ജനിച്ചിരുന്നതെങ്കിൽ by 1418 the first world war happened and almost 5 crore people died. 1914 ആയപ്പോഴത്തേക്ക് ഒന്നാം ലോകയുദ്ധവും അതിനോട് ബന്ധിച്ച് ഒരു 5 കോടി പേര് മരിച്ചതും ഒക്കെ നമ്മുടെ അനുഭവമായിരുന്നു. If you are 18 to 20 years old, that is the Spanish flu, and that time also almost 5 crore people died. അതിനുശേഷം ഒരു 10-18 വയസ്സാകുമ്പോഴത്തേക്ക് 1918-20 ആകുമ്പോഴത്തേക്ക് ഒരു 5 കോടി ആളുകൾ മരിച്ച സ്പാനിഷ് ഫ്ലൂവിന്റെ അനുഭവത്തിലൂടെയും കടന്നുപോയേനെ. By 1929 there is a great economic depression that so many people died of it. 1929 ആയപ്പോഴ് ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് സംഭവിച്ചല്ലോ, അതിലൂടെയും അനേകർ മരിക്കാനിടയായി. By 39-43 there is a World War II and almost 6 crore people died. 1939-45 കാലഘട്ടത്തില് ഒരു രണ്ടാം ലോകമഹായുദ്ധം സംഭവിച്ചു, അതിലും 5-6 കോടി ആളുകൾ മരിച്ചു. ആ അനുഭവത്തിലൂടെയും കടന്നുപോയി കാണണം. After that so many civil wars happened, and still what happened is that those generations who has faced so many problems, still they lived and they overcome the problems.
അതിനുശേഷം അനേക സിവിൽ വാറുകളൊക്കെ സംഭവിച്ചു, ചില ലഹളകളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ തലമുറ ആ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി. But still we are complaining that for the last 1 year, instead of having so many facilities in our own homes, still we are complaining that this catastrophe, COVID, has created so many problems. Our grandfathers and forefathers, they don't know, they have not faced such a problems. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ച മഹാമാരിയോടുള്ള ബന്ധത്തിൽ ഈ തലമുറ പലപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ പിതാമഹന്മാർക്കും ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങള് വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടുകയാണ്. അതേസമയത്ത് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര അനുകൂല സാഹചര്യങ്ങളാണ് അവരുടെ ഭവനങ്ങളിലും ഒക്കെ ലഭ്യമായിരിക്കുന്നത്. And this message brought me to think of what happened in the first century. ഈ സന്ദേശവുമായിട്ട് ഉള്ള ബന്ധത്തില് 1-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിക്കാനായിട്ട് ഇടയായി. And some of the things may not be written or documented properly, but still we can remember some events that what happened in the first century. 1-ാം നൂറ്റാണ്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി കിട്ടിയിരിക്കണമെന്നില്ല, എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. Maybe in the first century or 1 AD or 4 BC, as per there is some variation, Christ was born in this world. BC 4-ലോ AD 1-ലോ ഏത് വർഷമാകട്ടെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു. And then when he is 30 years, the ministry has started. കർത്താവ് 30 വയസ്സായപ്പോഴേ തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. And imagine that if somebody is born at that time, then so his age is also growing like that. By 33.5 years, he was crucified. ആ സമയത്ത് ജീവിച്ച ഒരാളെ സങ്കല്പിച്ചാൽ ഏകദേശം ആ ആളിന്റെ പ്രായം അനുസരിച്ച് തന്നെ 33.5 വയസ്സൊക്കെ ആയപ്പോഴേ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. By 44, James was killed. AD 44 ഒക്കെ ആയപ്പോഴ് യാക്കോബിനെ വധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. History says by 63, by 67, Paul and Peter were killed. AD 67 ഒക്കെ ആയപ്പോഴത്തേക്ക് പൗലോസ് അപ്പോസ്തലനെ അതുപോലെ പത്രോസ് ഇവരെയൊക്കെ വധിച്ചു. And the church has started by 34. Probably that time. AD 34 ബന്ധത്തില് സഭ സ്ഥാപിക്കപ്പെട്ടു. And by 70s, Jerusalem was destroyed by Titus. എന്നാൽ AD 70 ആയപ്പോഴത്തേക്ക് യെരുശലേം ടൈറ്റസ് എന്ന റോമ രാജാവിനാൽ നശിപ്പിക്കപ്പെട്ടു. Imagine the public at that time, particularly the people of Israel, how much difficulties they faced at that time. അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക, പ്രത്യേകിച്ച് ഇസ്രായേലിയരെ കുറിച്ച് അവരെത്ര ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി കാണണം. But the message and the Bible says that the churches were grown abundantly and there is a peace in different areas wherever the God's people are there. എന്നാൽ ആദ്യ നാളുകളിലെ സഭാ വളർച്ചയെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സഭകൾ വളർന്നുകൊണ്ടേയിരുന്നു. And with this background, I am just going to take what happened in the life of Joshua, and at the same time what happened to Peter, and what are the situations made them, particularly the great disciples of God or great men of God, why they became sometimes the silent, then the intervention of God in their life, and after that what are the things that happen in their life, and also we'll try that what we can do in our lives. ഈ പശ്ചാത്തലത്തിലാണ് യോശുവയുടെയും പത്രോസിന്റെയും ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, വലിയ വിശ്വാസവീരന്മാരുടെ ജീവിതത്തിൽ ഇടയ്ക്ക് അവര് നിശബ്ദരായ ചില കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അവര് വീണ്ടും ആത്മീയ പുരോഗതി പ്രാപിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തില് പ്രായോഗികമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Joshua chapter 1, we will try to read from chapter 1 verse 1 to 9, that a few lines only we can write. Why God is, last time God is 3 times he intervened in the life of Joshua 3 times. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. ആ ഭാഗത്ത് യോശുവയുടെ ജീവിതത്തിൽ ദൈവം 3 പ്രാവശ്യം ഇടപെടുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Verse 1 and 2.
1ഉം 2ഉം വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യോശുവ നൂന്റെ മകനായി മോശയുടെയും ശുശ്രൂഷകനായ യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശയും മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. And verse 5 and 6. 5ഉം 6ഉം വാക്യങ്ങള്. ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി കൊടുക്കും. Verse 9. 9ാമത്തെ വാക്യം കൂടെ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. Why God has intervened 3 times in this just 1 chapter 9 lines, 3 times. ഈ 9 വാക്യങ്ങൾക്കിടയ്ക്ക് ഈ ഒരു അധ്യായത്തില് എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം യോശുവയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്? We will read from Deuteronomy 34. നമുക്ക് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. 8ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 34:8. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ വെച്ച് 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. നൂന്റെ മകനായ യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുകെ മോശയെ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. And the great leader Moses was died, and after that 30 days has been over for mourning and weeping. Then finally the vast population and the job before him is so big. Then finally he may be thinking that God is not with me, or now the great leader has gone, and how can I lead these people? നമുക്കറിയാം, മോശ മരിച്ചു. അവര് 30 ദിവസത്തോളം അതിനെക്കുറിച്ച് വിലാപം കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് യോശുവയുടെ പക്കലേക്ക് ഒരു വലിയ ജനതതി വന്നു ചേരുകയാണ്. അവരുടെ മുന്നില് വലിയ ഒരു ദൗത്യമുണ്ട്. മഹാനേതാവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ യോശുവയ്ക്ക് ആകുലം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവം എന്നോടുകൂടെ ഉണ്ടോ എന്നുള്ള ചഞ്ചലം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. Imagine he is the person who has been, when the people started counted, there is 6 lakh infantry people. He and along with Caleb, only 2 people are surviving the old generation. ഈ ജനങ്ങള് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 6 ലക്ഷം പുരുഷന്മാര് തന്നെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ആകെ ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇവർ 2 പേര് മാത്രമാണ്, യോശുവയും കാലേബും. And he has seen all the wonderful things, all the miracles that has been happened in Egypt. ഈ യോശുവ ഈജിപ്തിൽ നടന്ന വളരെ അത്ഭുതകരമായ കാര്യങ്ങളെല്ലാം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവനാണ്. And he has seen after that what 40 years, all the things that happened in the wilderness. അതിനുശേഷം മരുഭൂമിയിൽ നടന്ന 40 വർഷം നടന്ന അതിമഹത്തായ കാര്യങ്ങളും യോശുവ നേരിട്ട് കണ്ടിട്ടുണ്ട്. Not only that, he is very closely associated with Moses when God has given the 10 commandments, and every event is before him, his memories. മാത്രമല്ല, മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തതുപോലെയുള്ള വളരെ പ്രഭാവമാർന്ന അനേക സന്ദർഭങ്ങളില് യോശുവ മോശയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. In spite of all these things, still God's intervention is required for 3 times for him. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് യോശുവയുടെ ജീവിതത്തില് യഹോവ 3 പ്രാവശ്യം നേരിട്ട് ഇടപെടേണ്ടതായിട്ടിരിക്കുന്നു. Imagine the wording of the Holy Spirit here. Joshua, be courageous and don't be afraid or don't be dismayed.
ഇവിടെ പരിശുദ്ധാത്മാവ് യോശുവയോട് പറയുക, യോശുവേ, നീ ധൈര്യത്തോടെ ഇരിക്കുക, നീ ഉറച്ചിരിക്കുക, നീ ഈ കാര്യത്തെക്കുറിച്ച് ആകുലചിത്തനാകാനായിട്ട് പാടില്ല എന്ന്. And he says that I will be with you. മാത്രമല്ല പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെ ദൈവത്തോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. That means that he is so much feared and he is disturbed and frightened and he thinks that God is not with me. അതിന്റെ അർത്ഥം തന്നെ യോശുവ വളരെയധികം ഭയചകിതനാണ്, യഹോവ തന്നോടുകൂടി ഇല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ അവൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. And God confirms that no man can stand before you. അപ്പോഴ് ദൈവം യോശുവയോട് പറയുക, ഒരു മനുഷ്യനും നിന്റെ മുമ്പാകെ നിൽക്കയില്ല എന്ന്. And first starting itself, God says to Joshua. ആദ്യം തന്നെ യോശുവയോട് ദൈവം പറയുന്നുണ്ട്. In the second time, God motivates and encourages Joshua. അതിനുശേഷം വീണ്ടും യോശുവയെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. And the third time, God commands Joshua. മൂന്നാമത്തെ തവണയാണെങ്കിൽ യോശുവയോട് ദൈവം കൽപ്പിക്കുകയാണ്. And imagine, first the voice of the God just simply will be told to us, then motivates, then many times, then finally its command of the God is here. പലപ്പോഴും ദൈവം നമ്മളോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്. ആദ്യം ദൈവം നമ്മളോട് പറയുന്നു, രണ്ടാമതായിട്ട് ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു, അവസാനമായിട്ട് അവന്റെ കൽപ്പനകൾ നമുക്ക് ലഭ്യമാണ്. And the January 1st, I think 31st night, we heard the message that Joshua, you have to conquer the unconquered areas in your life. That the work before you is, people are going to conquer the new areas where you have not seen before. നമ്മള് ജനുവരി 1 തീയതി കേട്ട സന്ദേശം അതാണല്ലോ. യോശുവയോട് ദൈവം പറയുകയാണ്, ഇതുവരെ പിടിച്ചടക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങള് നീ പിടിച്ചടക്കണം, ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നീ പോകണം. That's why it's in the life of Joshua, the 30 days mourning period and the past life, and when he along with his all the people are sitting, God's intervention is coming that now your target is you have to go for a new areas, you have to conquer the new fields, forget about what happened and all the things, even though these things are in your memory, but I am with you. Nobody is going to stand before you. You have to conquer and you have to give peace for the people of Israel. ഈ 30 ദിവസത്തിന്റെ വിലാപ കാലമൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് യോശുവയോട് ദൈവം പറയുകയാണ്, അല്ലയോ യോശുവേ, ഒരു പുതിയ ദൗത്യം നിനക്ക് തരുന്നു, ഇതുവരെയും ആരും കടന്നുപോയിട്ടില്ലാത്ത ആ ദേശങ്ങളൊക്കെ നീ പിടിച്ചടക്കണം, ഈ ജനത്തെ അവിടെ കുടിപാർപ്പിക്കണം, ഒരു പുതിയ ദൗത്യം യോശുവയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. Does this challenge is also given to us? ഇതേ വെല്ലുവിളി നമുക്കും ദൈവം തന്നിരിക്കുകയല്ലേ? Yes, it is the challenge for us. This 1 year period, we are hearing the messages after messages. I think when we recall and recollect what all happened in the last 1 year, the messages, the spiritual blessings that happened in our life, maybe more than 10 to 15 years of the spiritual food, what we have got. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേക സന്ദേശങ്ങള് നമുക്ക് ലഭിച്ചു. ഒരുപക്ഷെങ്കില് സാധാരണ കാലത്ത് 15 വർഷ കാലഘട്ടത്തില് കിട്ടുന്ന അത്രയ്ക്ക് ദൈവവചന ഭക്ഷണം നമുക്ക് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആവർത്തിച്ച് ദൈവം നൽകി കഴിഞ്ഞു. And this poses a challenge because whomever got more, they are more accountable and more responsible, and God is going to ask us. അതുതന്നെ നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. കൂടുതൽ ലഭിച്ചവനോട് ദൈവം കൂടുതൽ ചോദിക്കുന്നു എന്നുള്ള ആ പ്രമാണം അനുസരിച്ച്. And particularly every time when we are hearing Tirumala Brethren Assembly, the people are so blessed. At the same time, we are all accountable for, we have to go and we have to give our own accounts before the mighty God. ശരിയാണ്, തിരുമല ദൈവജനം എന്ന് പറയുമ്പം തന്നെ എത്ര അനുഗ്രഹീതരാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറുവശം എന്താണ്? നമ്മള് ദൈവത്തോട് കൂടുതൽ കണക്ക് ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. This has happened in the life of Joshua, and try to go to Peter's life and what happened, and we heard the messages from the life of Peter after the death of a crucifixion of Christ, what and where he went. നമ്മളെ സംബന്ധിച്ചും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. യോശുവയുടെ ജീവിതം പോലെ തന്നെ വളരെ സമാനമായിട്ടുള്ളതാണ്. നമുക്ക് ഇനിയും പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് ചില ഏടുകളിലേക്കൂടെ പോകാം.
കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം പത്രോസിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ചിന്തിക്കുന്നത് പ്രയോജനകരമായിരിക്കും. Because Peter is the one of the old in the sense that among all the disciples he is the person more aged and he is the prime apostle. ശിഷ്യന്മാരുടെ കൂട്ടത്തില് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തില് പത്രോസ് ഒരുപക്ഷെ പ്രായത്തിലും മാത്രമല്ല പ്രാധാന്യത്തിലും ഒക്കെ മുമ്പനായിരുന്നിരിക്കണം. And we have seen his character by various messages. പല സന്ദേശങ്ങളിലൂടെ തന്നെ പത്രോസിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അവന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചില പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലും പഠിച്ചതാണ്. He is the person who identifies, Lord, you are the Messiah. ഈ പത്രോസ് തന്നെയാണ് കർത്താവിനോട് പറയുന്നത് അങ്ങ് മശിഹായാണ് എന്ന്. And in Matthew 16 verse 18 says that, Lord, yes, you are Messiah. At the same time, Christ is giving responsibility for him. Simon, that is only God has revealed to you, not the human beings has told to you. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില് പത്രോസ് കർത്താവിനോട് പറയാണ് അങ്ങ് മശിഹയാണെന്ന്. അതേസമയം തന്നെ കർത്താവ് തിരിച്ച് പത്രോസിന് ചുമതലകൾ നൽകുകയാണ്. പത്രോസേ, ഈ വെളിപ്പെടുത്തലുകള് നിനക്ക് ജഡരക്തങ്ങൾ തന്നതല്ല, ദൈവം നൽകിയതാണ് എന്ന്. And he denied Christ 3 times. എന്നാൽ അവന് 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറയുന്നത് നാം വായിക്കുന്നുണ്ട്. And all the events that happened in the 3 days time till crucifixion of Christ and his resurrection, there's so many events happened in the life of Peter. പത്രോസിന്റെ ജീവിതത്തില് കർത്താവിനെ ക്രൂശിച്ച സമയം തൊട്ട് അല്ലെങ്കിൽ പിടിച്ച സമയം തൊട്ട് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള 3 ദിവസങ്ങളില് അനേക സംഭവങ്ങള് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. And he is going back to the old profession that I am now going for fishing. മാത്രമല്ല അതിനുശേഷം അവൻ തന്റെ പഴയ ജോലിയിലേക്ക്, മീൻപിടുത്തത്തിലേക്ക് മടങ്ങി പോവുകയാണ്. When you see the John chapter 21, you can read these things. He along with 6 or 7 disciples are there. They are also told that we are also coming with you. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസിനോടൊപ്പം 5-6 മറ്റു ശിഷ്യന്മാരും ചേർന്ന് അവർ മീൻ പിടിക്കാനായിട്ട് മടങ്ങി പോവുകയാണ്. And God, Jesus Christ has given a commandment to them that the time period before crucifixion, Christ was betrayed and they have given the false judgments, then crucifixion, then resurrection, then he spent 40 days time. And when we take the timeline, 3 days, then 40 days, then there's a Passover, is almost all 10 days time. Then only the new church, new age begins. This is almost all 53 years time period. നമ്മൾ കർത്താവിനെ പിടിക്കുന്ന സമയം തൊട്ട് ക്രൂശീകരണം തൊട്ട് അങ്ങോട്ട് ഒരു ആ സമയം ഒരു പട്ടികയായിട്ട് തയ്യാറാക്കിയാൽ 3 ദിവസം ആ ക്രൂശീകരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള സമയം, അതിനുശേഷം കർത്താവ് ഭൂമിയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന 40 ദിവസങ്ങൾ, അതിനുശേഷം പെന്തക്കോസ് വരെയുള്ള 10 ദിവസങ്ങൾ, അങ്ങനെ എല്ലാം ചേർന്ന് ഒരു 53 ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. From the crucifixion, Christ spent almost 40 days with all the disciples and all the people who are present at the time, who lived at the time. ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിവസം കർത്താവ് തന്റെ ശിഷ്യന്മാരോടൊപ്പം സമയം ചെലവിടുകയാണ്. What Christ might have told to them? കർത്താവ് ഈ 40 ദിവസം അവരോട് എന്ത് പറഞ്ഞു കാണും? 40 days this Holy Spirit is in a different state in the sense that not in bodily or spiritual state. ഈ 40 ദിവസം പരിശുദ്ധാത്മാവിന്റെ ആളത്തപരമായിട്ടുള്ള സാന്നിധ്യം ഇല്ലെങ്കിലും വിവിധ അർത്ഥങ്ങളിൽ പരിശുദ്ധാത്മാവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. Acts chapter 1 verse 3. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. He presented himself alive to them after his suffering by many proofs, appearing to them during 40 days and speaking about the kingdom of God. അവൻ കഷ്ടം 2-ാം വാക്യം തൊട്ട് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. Because when Christ is here in 3.5 years ministry, many times Christ in different parables, different examples told about the kingdom of God. കർത്താവ് 3.5 വർഷം അവരോടുകൂടെ പരസ്യ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അനേക ഉപമകളിലൂടെയും മറ്റും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അനേക കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിരുന്നു. All the disciples are seeing and hearing all the what is Christ are telling to them. They are the
witnesses, main witnesses, with their own eyes, with their own ears, they are hearing. And again, here also, for the 40 days, Christ is again recalling and telling them that this is about the kingdom of heaven. കർത്താവ് 3.5 വർഷക്കാലം ചെയ്തതും പഠിപ്പിച്ചതും ഒക്കെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന അപ്പോസ്തലന്മാരാണ്. എന്നാൽ ഇവിടെ വീണ്ടും 40 ദിവസം ഇതേ കാര്യം തന്നെ കർത്താവ് അവർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. And he has given a commandment that 10 days wait till the Holy Spirit comes upon you. Then you go and preach the word of God. മാത്രമല്ല various places like Samaria, Judea, and entire world. മാത്രമല്ല കർത്താവ് 40 ദിവസം കഴിഞ്ഞപ്പോഴേ അവർക്കൊരു കൽപ്പന കൊടുക്കുകയാണ്. 10 ദിവസം നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവോളം. അതിനുശേഷം നിങ്ങൾ എല്ലായിടത്തും പുറപ്പെട്ട ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം എന്ന്. Then see the intervention of Christ and how Peter is changed by the intervention of Christ. കർത്താവിന്റെ ഇടപെടൽ കൊണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം കാണുക. And if you going on reading chapter 2, chapter 3, chapter 4, 5, 6, then what Peter has done in the first century AD. First century AD in the almost all we can relate by 34 or 33 AD. What all things he has done. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ സഭായുഗത്തിന്റെ ആദ്യ നൂറ്റാണ്ടില് ഒരുപക്ഷെ AD 33-34 തൊട്ടുള്ള കാലഘട്ടങ്ങളില് പത്രോസ് ചെയ്ത മഹത്തായ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. Chapter 2, Pentecost has happened. 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്തിന്റെ സന്ദർഭമാണ്. And chapter 2, verse 2:14. 2-ാം അധ്യായത്തിന്റെ 14. In verse chapter 1 itself, he is taking the responsibility and he is along with the help of Holy Spirit fulfilling the emptiness in the disciples. One, they are completing the emptied. Instead of Judas Iscariot, they are appointing another as a disciple. 1-ാം അധ്യായത്തിൽ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ ഇടയിൽ വന്ന ശൂന്യത, അതായത് യൂദ മരിച്ചത് കൊണ്ടുണ്ടായ ആ ഒഴിവ് നികത്താനായിട്ടുള്ള നടപടിക്രമങ്ങള് പത്രോസാണ് മുന്നിൽ നിന്ന് ചെയ്തു തീർക്കുന്നത്. He is taking up the big responsibility. പത്രോസ് ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. And after that, then after the Pentecost, then he himself he stood up and told what all the events that has happened. മാത്രമല്ല 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ പെന്തക്കോസ്ത് നാളിലും താന് മറ്റുള്ളവരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. Then he's just, if you going on reading how he is presenting the gospel to the different places, even though in one verse it is the facts are there, but the presentation of the facts which is suiting to the particular circumstances is presenting beautifully. പത്രോസ് എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങള് അവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശരിയാണ്, വസ്തുതകളൊക്കെ അവനറിയാം. എന്നാൽ ഈ അറിയുന്ന വസ്തുതകളെ സാഹചര്യത്തിനനുസരിച്ച് അതിമനോഹരമായിട്ട് അതിവിദഗ്ധമായിട്ട് പത്രോസ് ദൈവാത്മ സഹായത്താൽ അവിടെ അവതരിപ്പിക്കുന്നത് നാം കാണുന്നു. Just see that in chapter 2, then when he presented 3,000 people, they have been converted. 2-ാം അധ്യായത്തില് താൻ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴ് 3000 പേര് വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് നാം വായിക്കുന്നു. Then they are continuing in the teaching and preaching and then fellowship, breaking of bread and the prayers. They continued, the 3,000 people. ഈ 3000 ആളുകളുമായിട്ട് അവരങ്ങനെ വചനം പഠിക്കുകയും അപ്പം മുറിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. Then chapter 3 also he presented one incident when a lame person has been healed by Peter. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ പത്രോസ് ഒരു മുടന്തനെ സൗഖ്യമാക്കുന്നത് നാം വായിക്കുന്നു. Then he clearly says, it is not because of our strength or our own knowledge. This is only because the name of Jesus Christ. പത്രോസോട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, കർത്താവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന്. And in chapter 4, when he is preaching, then again the people at the time, Sadducees and the high officials, they caught him, put him in jail. Before that, again he preached to 5,000 people. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴ് പത്രോസിനെയും കൂട്ടുകാരെയൊക്കെ അന്നത്തെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും പിടിച്ച്
ജയിലിൽ ഇടുകയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ അവന് 5000 പേരെയോളം ശുശ്രൂഷിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. And they are caught him and he is presented before the Sanhedrin. അവനെ സന്യാദ്രി സംഘത്തിന്റെ മുന്നിൽ ഹാജരാക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. And he is presenting the gospel before the Sanhedrin. അവരുടെ മുന്നിലും പത്രോസ് അപ്പോസ്തലന് സുവിശേഷം അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. He is utilizing each and every opportunity that it is coming before him. അവന്റെ മുന്നിൽ വരുന്ന ഓരോ അവസരങ്ങളും അവൻ ഉപയോഗിക്കുകയാണ്. And again in chapter 5 verse 17, he has been brought before the high priest. 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാകുമ്പോഴത്തേക്ക് വീണ്ടും അവനെ മഹാപുരോഹിതന്റെ മുന്നിൽ ഹാജരാക്കുകയാണ്. Then there also he started preaching about the gospel. അവിടെയും അവൻ മനോഹരമായിട്ട് സുവിശേഷം അവതരിപ്പിക്കുകയാണ്. Imagine, and the facts are before our eyes. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തുറന്ന് തന്നെ ഉണ്ട്. Very simple gospel he is presenting before the each and every opportunities that is coming before him. തനിക്ക് ലഭിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും വളരെ ലളിതമായിട്ട് സുവിശേഷം അവന് അവതരിപ്പിക്കുകയാണ്. Facts are there, a little intervention, change in his perspective, and the Christ is intervened in his life, and his perspective has changed, and he started preaching on the true gospel. Very simple gospel that we are the witness for his death, resurrection, and there is a big hope that is going to come. കർത്താവ് അവന്റെ ജീവിതത്തിൽ ഇടപെട്ടത് വഴി അവന് വളരെ മനോഹരമായിട്ട് ആ കാര്യങ്ങള് വസ്തുതാപരമായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഓരോ സന്ദർഭം അനുസരിച്ച് പരിശുദ്ധാത്മാ സഹായത്താല് അവനത് നിർവഹിക്കുകയാണ്. And these people, from their life, we also learn that they spend their each and every ounce of energy they have, and each and every penny they have, they try to spend for the work of gospel. അവര് സുവിശേഷത്തിനായിട്ട് തങ്ങളുടെ ഓരോ കഴഞ്ച് ശക്തിയും അവരുടെ കയ്യിലുള്ള ഓരോ നയാ പൈസയും സുവിശേഷത്തിന്റെ പുരോഗതിക്കായിട്ട് അവർ ഉപയോഗിക്കുന്ന ചരിത്രമാണ് നാം വായിക്കുന്നത്. When you read that, everybody is their unity in their heart and soul. അവരുടെ എല്ലാം ഹൃദയത്തില് ഐക്യം, അവരുടെ ഹൃദയത്തിലും അതുപോലെ ദേഹിയിലും ഒക്കെ ഐക്യം നിറഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണുന്നു. They have power of prayer and the Holy Spirit self. Pardon? They have the power of prayer, continuous prayer, and the Holy Spirit guidance. അവർക്ക് പ്രാർത്ഥനയുടെ വലിയ ശക്തിയും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമാണ്. They are ready to even something happens in their life, they are ready to face the consequences each and every minute. ഓരോ നിമിഷങ്ങളിലും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ ഒക്കെ പരിണിത ഫലങ്ങള് നേരിടാൻ അവർ തയ്യാറാണ്. When we see that they are at any point of time they may be killed. ഏത് നിമിഷം വേണേലും അവർ കൊല്ലപ്പെടാവുന്ന അവസ്ഥയാണ്. But they are ready to face the consequences. എന്നാൽ അവര് ആ പ്രത്യാഘാതത്തെയൊക്കെ നേരിടാൻ തയ്യാറാണ്. They believed what they have seen is the true. It's not nothing, it's imaginative. Everything has happened before the eyes is true with facts and evidences. That's why they have believed in what they have heard. അവരുടെ കണ്ണിൻ മുൻപില് അവര് കണ്ടത് അതെല്ലാം സത്യമാണ്, അതെല്ലാം വസ്തുതകളാണ് എന്നുള്ള ആ ബോധ്യം ഉള്ളതുകൊണ്ട് അവരെന്തിനേയും നേരിടാൻ തയ്യാറാണ്. Nobody will be ready to spare their life if they believe that what they are thinking, what they are believing is something fraud. Nobody is ready to spare their life, but they believe that this is the true thing that has happened before their eyes, and what they are the witnesses. That's why they are ready to spare their life for the Christ. ഒരാള് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം വ്യാജമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി മരിക്കാൻ ഒരാള് ഒരിക്കലും ധൈര്യം കാണിക്കത്തില്ല, ഒരുക്കം കാണിക്കാൻ സാധ്യതയില്ല. And here Peter, as a person who became, his name Simon became Peter. Simon, some other meaning is there, it's like a sand. His mind is like a fickle-minded person. He became a Kepha, Petra, rock, such a solid rock. He is solid in his approach, his faith, his belief, and he is ready to spare his life for the sake of Christ. മണല് പോലെ ഉറപ്പില്ലാത്തവനായിട്ടുള്ള ശീമോനെ പാറ പോലെയുള്ള പത്രോസാക്കി മാറ്റി കർത്താവിന് വേണ്ടി അത്ഭുത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കുകയാണ്. In the life of Joshua, a great leader, still sometimes because of the other great leader who has been died, and when he is thinking that God may not be with me, but God intervened and gave him strength and energy and push so that
he went and conquered all the unconquered areas. യോശുവയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴവന് ഒരു നല്ല നേതാവാണ് എങ്കിൽ കൂടെ അത് വളരെ മഹാനായ ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴ് തന്നോടുകൂടെ ദൈവം ഉണ്ടായിരിക്കാൻ ഇടയില്ലല്ലോ എന്നുള്ള ഭയം നിമിത്തം അവൻ ഭയചകിതനായി തീർന്നപ്പോഴ് ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെടുകയും അവന് ദൈവം അവന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത ആരും കീഴടക്കിയിട്ടില്ലാത്ത ദേശങ്ങള് തന്റെ ജനത്തിനു വേണ്ടി കീഴടക്കുന്നത് നമ്മൾ കാണുന്നു. He says his testimony is that my family will worship God, whoever you worship, but we as a family will worship only Lord God. അവന്റെ സാക്ഷ്യം നമ്മൾ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെ സേവിച്ചാലും അത് വിഷയമല്ല, ഞങ്ങൾ യഹോവയെ സേവിക്കും. It's a big challenge that poses the life of Joshua, the life of Peter, that particularly the present point of time, it poses a big challenge for us. പ്രിയപ്പെട്ടവരെ, ജോഷുവയുടെ ജീവിതത്തിലും അതുപോലെ പത്രോസിന്റെ ജീവിതത്തിലും ഒക്കെയുള്ള കാര്യങ്ങള് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളോടുള്ള ബന്ധത്തില് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. Many catastrophes, many people died who are with them, particularly in the life of Joshua. All those people, only 2 people left out, he and Caleb. All people have died, but still he stood for the word of God. യോശുവയെ സംബന്ധിച്ച് വലിയ ദുരന്തമാണ് അവന്റെ ചുറ്റും സംഭവിച്ചത്. അവരോടുകൂടെ പുറപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകള് അവര് 2 പേരൊഴിച്ച് മരിച്ചു പോവുകയാണ്. എന്നിട്ടും യോശുവയുടെ ജീവിതത്തിലൂടെ അനേക വൻ കാര്യങ്ങള് സംഭവിക്കുകയാണ്. Peter's life also, all the apostles who are with him, one after the other, being caught and killed, and those people who are with him at the time 70 AD means wherever Jews are there, who are separated from Jews and became Christians, all the Roman Empire is so cruel, killed each and every person present there. പത്രോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. തന്നോടൊപ്പം ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരിൽ പലരെയും അവർ വധിച്ചു. മാത്രമല്ല AD 70 ഒക്കെയുള്ള കാലഘട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ യഹൂദ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. And during this process there is a great thing happened, that Saul has been converted into Paul because I believe that in one of the interventions, Gamaliel is coming and saving these people, and at that time, as a disciple of Gamaliel, Paul might have heard the message and he became converted and he became the next leader. നമ്മള് പൗലോസിന്റെ മാനസാന്തരം ഇതിനിടയ്ക്ക് കാണുന്നുണ്ട്. നമ്മൾ ഈ ചരിത്രം വായിച്ചു വരുമ്പോൾ പത്രോസിനെയൊക്കെ ഒരു സമയത്ത് രക്ഷിക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ഗുരുവായ ഗമാലിയേലാണ്. ഒരു പക്ഷേ പൗലോസ് അപ്പോസ്തലന് ഗമാലിയേൽ അന്ന് പറഞ്ഞ ആ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടിരിക്കാനും അവന്റെ രൂപാന്തരത്തെ അത് സഹായിച്ചിരിക്കാനും സാധ്യതയുണ്ട്. And its regrouping or reunion of our assembly happens today, and we have to recall what happened in our lives, and again we have to rethink in our lives and rededicate, and with a new vision and a new goals in our life. Normally in any industry, in any corporate, they have their own vision, they have their own goals to achieve in every quarter or every year they have to achieve. If they are not able to do it, then again revision will happen. പ്രിയപ്പെട്ടവരെ, ഇത് 1 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ പുനഃസമാഗമമാണല്ലോ. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ദർശനം രൂപവൽക്കരിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സാധാരണ കമ്പനികളിലൊക്കെ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്ന അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ അവര് എല്ലായ്പ്പോഴും മുന്നോട്ടുള്ള ദർശനം രൂപീകരിച്ചു കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് പുനഃപരിശോധിച്ച് അതിനകത്ത് വ്യതിയാനങ്ങൾ വരുത്തണമെങ്കിൽ അവർ വരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള പ്രയാണം വിജയകരമായി കൊണ്ടുപോകുന്നത്. Every day we are seeing the growth of various companies, like 2-3 days back Elon Musk has earned in one day 1.2 lakh crores because of his shares have soared up 20%. നമ്മൾ ഓരോ കമ്പനികൾ വളരുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു കമ്പനി അവരുടെ ആസ്തിയില് ഏകദേശം 1.2 ലക്ഷം കോടിയുടെ പുരോഗതി ഉണ്ടാക്കിയതായിട്ട് വായിച്ചു. ഷെയറിലുണ്ടായ ഒരു ദിവസത്തെ വില വ്യത്യാസം കൊണ്ട് മാത്രം. One day, because it's a monetary benefit he got, like that Ambani, different people are getting because of the shares. When we compare the olden days, in one day 3,000 souls has been added into the kingdom of God, and 5,000 souls added into the kingdom
by the preaching of one individual. പ്രിയപ്പെട്ടവരെ, അംബാനിയെ പോലെയൊക്കെയുള്ള ഈ കമ്പനികളൊക്കെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്നു. എന്നാൽ പത്രോസിന്റെ ജീവിതത്തില് ഒറ്റ പ്രസംഗത്തിലൂടെ 3000 ദേഹികളെ നേടിയെടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. പിന്നീട് 5000 പേരെ കർത്താവിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ അതിമനോഹരമായ കാര്യങ്ങൾ ഒരു ജീവിതത്തിലൂടെ ദൈവം നിർവഹിക്കുന്നു. Christ is same yesterday, today and tomorrow. He is same. The same Holy Spirit is working on the first century, even 3000 years old time, and now He is Alpha and Omega. He is the same. It's our responsibility and to revisit our own selves, how we are, and we have to change our rethinking to forecast our own goals and our own visions. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെ ഇരിക്കുന്നവനാണ്. അവൻ അനന്യനാണ്. 1-ാം നൂറ്റാണ്ടില് അവരോടൊപ്പം ഉണ്ടായിരുന്ന കർത്താവ്, അവരോടുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തി, അത് നമുക്കും ഇന്ന് ലഭ്യമാണ്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടും സഭയായിട്ടും മുന്നോട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കുകയും നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉള്ളവരായി തീരുകയും വേണ്ടിയിരിക്കുന്നു. And God has given few guidelines to Joshua what to do. യോശുവയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ചില നിർദ്ദേശങ്ങൾ ദൈവം കൊടുക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. Chapter 1 verse 7. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, യോശുവ 1:7. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 8-ാമത്തെ വാക്യം, യോശുവ 1:8 കൂടെ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. It's very simple but difficult to practice. Is it? വളരെ ലളിതമായ കാര്യമാണ്, എന്നാൽ ചെയ്തെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളത്. But it is very simple if we continue to do it. The word of God, we have to follow it, because whatever vision we have, whatever goals we have, for achieving those things, these rules has to be followed. There is no third way, only straight way. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ലളിതമായ കാര്യം തന്നെയാണ്. ഈ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്താല് നമുക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഏക വഴിയാണ്. ഇതല്ലാതെ ഏതെങ്കിലും എളുപ്പ വഴികൾ ലഭ്യമല്ല തന്നെ. This is direction is given to Joshua. The same direction is today also the same direction. ഈ നിർദ്ദേശമാണ് ദൈവം യോശുവയ്ക്ക് കൊടുത്തെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് തരുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. Apostles, everybody has also same direction. അപ്പോസ്തലന്മാർക്കും ഒക്കെ ദൈവം നൽകിയ നിർദ്ദേശങ്ങളും ഇത് തന്നെയായിരുന്നു. For us also the same direction. നമുക്കും അതേ നിർദ്ദേശം തന്നെയാണ് ദൈവം ഇന്ന് നൽകുന്നത്. And again the Acts chapter 4 verse 12 says that it is the only name, no other name. Only salvation is through this name, that is only Jesus Christ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് മറ്റൊരു നാമവുമില്ല, യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന്. Simple gospel message. ലളിതമായ സുവിശേഷ സന്ദേശം. Praising and worshipping the crucified Christ and resurrected Christ and the Christ who is going to come again to take us. That is only hope we have. And with that hope in our mind, we shall revisit our own goals and continue to follow and glorify the path that is given for us. ഈ ഉയർത്തപ്പെട്ട ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തപ്പെട്ടവനായ കർത്താവിനെ ആരാധിക്കുക, സേവിക്കുക, മാത്രമല്ല അവന് നൽകിയിരിക്കുന്ന വചനങ്ങള് പഠിക്കുക, അവനെ സേവിക്കുക, അവന്റെ കാര്യങ്ങൾ ചെയ്യുക. ഈ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. His name shall be glorified. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.